Hello viewers, welcome back to my channel. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് OnePlus ബുള്ളറ്റ്സിൻ്റെ Z2 ENC ഇയർഫോൺസ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ OnePlusൻ്റെ ഈ ഒരു ഇയർഫോൺ യൂസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. ഈ ANC എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് നോയ്സ് ക്യാൻസലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇയർഫോണാണ്. ഇതിൻ്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് ഒരു 6 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഓരോ കളേഴ്സിനനുസരിച്ച് ഇതിൻ്റെ റേറ്റ് മാറും. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ ഒരു 1500-ന് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. പക്ഷേ ഡിസ്കൗണ്ട് നമുക്ക് 1300 വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്. ചാർജിങ് കേബിളും അതേപോലെ തന്നെ ഇയർബഡ്സും കൂടി ഇവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയർബഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈസിലാണ് അവൈലബിൾ. അതായത് ഒന്ന് മീഡിയവും അതേപോലെ സ്മോളും. നമ്മുടെ ഇയറിന് കംഫർട്ടബിൾ ആയ ഇയർബഡ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഈ ഇയർഫോണിൻ്റെ കൂടെ തന്നെ ഇവർ അറ്റാച്ച് ചെയ്തിട്ട് തരുന്നുണ്ട് ഒരു ഇയർബഡ്സ്. അത് കൂടാതെയാണ് ഈ അഡീഷണൽ ആയിട്ടുള്ള ഇയർബഡ്സ് വരുന്നത്. ഞാനിപ്പം ANC മോഡിലാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ANC മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യത്യാസമുണ്ട്, ഒരു എക്കോയിങ് ഫീല് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ കോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ANC മോഡ് യൂസ് ചെയ്യാം. ഇവർ ഇതിനകത്ത് 3 മൈക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും ആക്റ്റീവായിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റും ഡിവൈസസ് തമ്മിൽ. ഇപ്പം മൊബൈലിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ലാപ്ടോപ്പിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഒരു 28 അവേഴ്സോളം ANC മോഡ് ഓഫിലാണെങ്കിൽ നമുക്ക് 28 അവേഴ്സോളം ഒരു സിംഗിൾ ചാർജിൽ തന്നെ നമുക്ക് ഈ ഒരു ഇയർഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് ഓൺ ഓഫ് ബട്ടൺ ഇല്ല. ഇങ്ങനെ ജസ്റ്റ് മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണുള്ളത്. അപ്പം അത് എപ്പോൾ സെപ്പറേറ്റ് ആവുന്നോ അപ്പോൾ ഇത് ഓൺ ആവും, അല്ലാത്ത പക്ഷം ഇത് ഓഫായിട്ടും കിടക്കും. എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു ഇയർഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് ഒന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.